സൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മളെ ഒരു പച്ചടി ഉണ്ടാക്കി നോക്കിയാലോ. ഓണൊക്കെ അല്ലേ, നമ്മുടെ വാതിൽക്ക് വരെ എത്തി. അപ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണ് പച്ചടി, കിച്ചടി, അവിയൽ, ഓലൻ, കാളൻ, എലിശ്ശേരി, അങ്ങനെ പോകുന്നത് ഓണസദ്യ. അപ്പം ഇന്ന് നമുക്കൊരു പച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കുക. അതിന് ഞാനേ ഒരു വെള്ളരിക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളരിക്ക കൊണ്ട് ഉണ്ടാക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് കിട്ടുക കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കുക. വരൂ. ഇതാ നമ്മൾ എടുക്കണുള്ളൂ കേട്ടോ. ഇത് നമുക്കിനി തോല് കളഞ്ഞ് ചെത്തിയെടുക്കാം. തോല് താത്തി ചെത്തി കളയണേ, തോലിരിക്കാൻ പാടില്ല, താത്തി ചെത്തി കളയണം. ചെത്തി നമ്മൾ കഴുകിയെടുത്തതാണ് കേട്ടോ. ഇനി നമുക്ക് ഇത് ചെറുതായി അരിയണേ. ചെറുതായി അരിഞ്ഞാൽ നമുക്ക് വേഗം വെന്ത് കിട്ടാം. വെള്ളരിക്കയ്ക്ക് അധികം വേവൊന്നുമില്ല, എന്നാലും ചെറുതാക്കി ഇങ്ങനെ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കാം. ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചട്ടിയൊക്കെ അടപ്പത്ത് വെച്ചു കേട്ടോ. ഇനി നമുക്ക് ഈ വെള്ളരിക്ക അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. സിമ്പിളായ കറിയാണ്, വേഗം വയ്ക്കാം. ഇപ്പോഴുള്ള കുട്ടികൾക്കൊന്നും ഇതൊന്നും അറിയില്ല. വെള്ളരിക്കയിൽ വെള്ളമുള്ള കാരണം കൊണ്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. എല്ലാവരും കുക്കറിലൊക്കെ വയ്ക്കും, പക്ഷേ മൺചട്ടിയിൽ വെക്കണ ഒരു സ്വാദ് നമുക്ക് കുക്കറിൽ വെച്ചാൽ കിട്ടില്ല. ഇത്രയും വെള്ളം മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഇനി നമ്മുടെ വെള്ളരിക്ക ആവുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം കേട്ടോ. ഇതിലേക്ക് ഇപ്പോൾ 1 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് നല്ല ജീരകം, പിന്നെ നമ്മുടെ വെള്ളക്കാന്താരി ഇല്ലേ, വെള്ളക്കാന്താരിയാണ് ഇതിലേക്ക് നല്ലത്, അല്ലെങ്കിൽ അതിൻ്റെ ആ കളറൊക്കെ അങ്ങ് മാറിപ്പോകും. വേപ്പിൻ്റെ ഇല കൂടി ഇടാം കേട്ടോ. പിന്നെ കുറച്ച് കടുക്. ഇത് അരപ്പ് കുറച്ച് അരച്ച് പാകമായിട്ട് ഈ കടുക് ഇട്ടാൽ മതിയേ. കടുക് വല്ലാണ്ട് അരയാൻ പാടില്ല കേട്ടോ. നമുക്കത് അരച്ചെടുക്കാം. നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ തേങ്ങ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. തേങ്ങ ഒഴിച്ചിട്ട് നമ്മൾ വല്ലാണ്ട് തിളക്കൊന്നും വേണ്ടേ, ഒന്ന് ചൂടാവുക. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് നമ്മൾ ജാറിലൊന്ന് മെല്ലെ ഒന്ന് അടിച്ചെടുത്തതാണ്. ഇത് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ കറിയൊക്കെ നല്ല പോലെ ആയിട്ടുണ്ട് കേട്ടോ. സിമ്പിളായി വയ്ക്കാൻ പറ്റുന്നതാണ്, ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് താളിക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂണ് കടുകിടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മളൊരു 2-3 വത്തൽ മുളക് കഷ്ണങ്ങളാക്കി വെച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ. കുറച്ച് കരിവേപ്പിൻ്റെ ഇല. എന്താ മണം! ഇപ്പോൾ കണ്ടോ, നമ്മുടെ പച്ചടിയൊക്കെ തയ്യാറായി കേട്ടോ. ഇതേപോലെ എല്ലാവരും വെച്ച് നോക്കണേ. നമ്മുടെ ഓണത്തിൻ്റെ സ്പെഷ്യൽ പച്ചടിയാണിത്. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.